ഇന്നലെ ആ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് ഞായറാഴ്ച, ഇന്നിപ്പോ തിങ്കളാഴ്ച കേട്ടോ വീട് ചെയ്യുന്നത്. ഞായറാഴ്ച ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പിന്നെ മോന്തിയാകുമ്പോ ഒന്ന് പുറത്തേക്ക് പോയിരുന്നു. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ആലത്തിയൂരാണ് താമസം. ഇവിടെ ആന എന്താ അമ്പലപ്പടി അവിടെ ഒരു നല്ലൊരു ടേണിംഗ് ഉണ്ട്, നല്ലൊരു വളവാണ്. അത് വെച്ചാൽ ഒരു ഡേഞ്ചർ വളവ് തന്നെയാണ്. റോഡിനാണ് പറഞ്ഞത് കേട്ടോ. ബൈക്കറ്റ് ഞങ്ങൾ വരികയാണ്. എന്റെ പൊന്നാര മക്കളെ, നല്ല ഒരു പിന്നെ രാത്രി ഇഷാക്ക് കഴിഞ്ഞിരിക്കുന്നു, ഒരു 8-8:30 ആയിട്ടുണ്ടാവും. അപ്പോ എന്താ പറയാ, 2-3 കാറ് ഒരേ ലെവലിൽ വന്നുകൊണ്ടിരിക്കണം അവിടെ നിന്ന്. രണ്ടെണ്ണം റോഡിൽ ഒരേ ലെവലാണ്. മൂന്നാമത്തെ കാറ് ഇതിനെ ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുന്നു. അതേ ഇതിൽ തന്നെ ബാക്കിൽ കൂടെ 3-4 പയ്യന്മാര്, 4 പയ്യന്മാരുണ്ട്. 4 ആളും ബൈക്കായിട്ടാണ് വരുന്നത്. ഓവർ സ്പീഡിൽ, വളവാണെന്ന് നോക്കണം, ഓവർ സ്പീഡിലാണ് വരുന്നത്. അതായത് നമുക്ക് വണ്ടി ഇക്കാക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല, ഇത്ര സ്ലോവിലാണ്. പക്ഷെ റോഡ് ഒന്ന് എഡ്ജിന്റെ താഴത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു പോയി, നിർത്തിയിട്ട് ലാസ്റ്റ്. ഒരു രക്ഷയില്ല. ചില സമയത്ത് നമുക്ക് തോന്നും അസ്രാലിനെ വെറുതെ കുറ്റം പറയണ്ടാന്ന്. കാരണം അസ്രാലിന്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തിരിച്ചു വരുന്നോ അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരണമെന്നോ അല്ല വീട്ടിലെ ആൾക്കാരെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണമെന്നുണ്ടെന്നോ ചിന്തയില്ലാതെ പോകുന്ന പിള്ളേരാണ്. ഒരു രീതിയിലും പിന്നെ എന്താണ് ക്ഷമയില്ലാത്ത കുട്ടികളാണ്. ആ സീനുണ്ട് കണ്ടപ്പോല്ലേ നെഞ്ഞി പൊട്ടി. ഞാൻ ശരിക്ക് പേടിച്ചു. നമ്മളിപ്പോ 10-15-16 വയസ്സിൽ ബൈക്കുമ്മ കയറലൊക്കെയാണ്. ഹീറോ ഹോണ്ട മുതൽ സ്റ്റാർട്ടിങ്ങിൽ. അന്നൊക്കെ നമ്മളെ കാല് എത്തൂല വണ്ടിമേല്. എന്നാലും ചെരുപ്പൊക്കെ കൊഴിഞ്ഞു പോലും ഷാള് പോലും കാറ്റിന് പാറിപ്പോലും പിടിച്ചിട്ടിങ്ങനെ വിറക്കലോട് വിറക്കലാണ്. അത്രയും വണ്ടിമേ ഇതായി കിട്ടാൻ. ഇപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ആയി. അന്ത കാലം തൊട്ട് ഇന്റെ കാലം വരെ ബൈക്കുമ്മളുണ്ട്, പല ഐറ്റം ബൈക്കുമ്മലും. എവിടേക്ക് പോക്കും വരവൊക്കെ അതാണ്, മിക്കവാറും അതാണ്. വളരെ ചുരുക്കം നമ്മൾ ബസ്സിലൊക്കെ പോകുന്നുള്ളൂ, ഓട്ടോയിലൊക്കെ പോകുന്നുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് ഇത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനൊരു മൂവ്മെന്റ് ഇത്രയും കാലത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനത് അപ്പൊ തന്നെ വന്നിട്ട് വോയിസ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതാ. പക്ഷെ എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇക്കാനോട് പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ഇതിന് ചെറിയൊരു വീഡിയോ ചെയ്യും. ആരൊക്കെങ്കിലും എന്തെങ്കിലും അതൊരു ഒരാളെ മനസ്സിലത് തട്ടുകയാണെങ്കിൽ തട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യും ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ചെയ്തോ, അത് നല്ല കാര്യം തന്നെയല്ലേ. അത് നിന്റെ ഒരു നീയും ഞാനും മുഖാമുഖം കണ്ട ഒരു സീനാണ്. അതായത് മരണത്തോടെ തൊട്ടടുത്ത് നിൽക്കണ മാതിരിയുള്ള സീനാണ്. പിടിച്ചിട്ട് കിട്ടില്ല, വളവിൽ കണ്ട് വരില്ല നമ്മള്. അതേ സ്പീഡിലാണ് പിള്ളേർ. എങ്ങനെ പിള്ളേരെ എടുത്ത് വണ്ടി ഈ കാറിന്റെ ഇടയിൽ കൂടി ഞങ്ങളെ ബൈക്കിന്റെ ഇടയിൽ കൂടി ഈ 3-4 പറന്നു പോയതൊന്നും ഒരു പിടുത്തമില്ല കേട്ടോ. അങ്ങനെ പടച്ചോന്റെ ഒരു ഇത് മാതാപിതാക്കളെ പ്രാർത്ഥന കൊണ്ടായിരിക്കും. ഈ കുട്ടികളെ കയ്യില് ബൈക്ക് കിട്ടിക്കഴിഞ്ഞാല് കുട്ടികൾ ഈ ചെറിയ ചെറിയ വളവുള്ള ചെറിയ ചെറിയ എന്താ പറയാ ഗ്രാമപ്രദേശത്ത് ഉൾപ്രദേശത്ത് ചെറിയ റോഡ് കൂടെ ഒക്കെ മരണ സ്പീഡിലാണ് പോണത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാല് ഫാമിലികളും കുട്ടികളും എന്താണ് അവരൊക്കെ അവരുടെ ഫ്രീഡത്തോടെ നടന്നു വരുന്ന ചെറിയ ചെറിയ കുട്ടികൾ, പ്രായമായ ആൾക്കാർ ഒക്കെ നടന്നു പോകുന്നു. പല സമയത്തും ഇങ്ങനെ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ വലിയ രംഗങ്ങൾ, ഇത് വലിയ റോഡാണ്, മെയിൻ റോഡാണ്. ഈ ചെറിയ റോട്ടുമ്മ കൂടെ പോകുമ്പോഴും പല സമയത്ത് നമുക്കത് നമ്മളെ നേരിൽ വന്ന് നിന്നിട്ടുണ്ട്. ഇതേപോലെ ടേണിങ്ങിലൊക്കെ ഫോണ് പോലും അടിക്കാതെ പിള്ളേർസുകളാണ്ട് വളച്ചാണ്ട് എടുക്കും, വീശിയെടുക്കും. അത് വരെ സെന്റർ കൂടെ ആയിരിക്കും. വളവിൽ നിന്ന് സെന്റർ കൂടെ അങ്ങോട്ട് വളച്ച് വീശി അടിച്ചിട്ട് വരും. അതൊക്കെ അങ്ങനെ വരുന്ന വരവൊക്കെ ഉണ്ട്. വരുമ്പം പെണ്ണുങ്ങളൊക്കെയാണ് വണ്ടിയിട്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ അറിയാത്തവരാണ് വരണമെങ്കിൽ ഇച്ചിട്ട് പെട്ട് പോയത് തന്നെ. പെട്ട് പോയി സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് തിരുത്തിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അല്ലെ, ഇതിപ്പോ ആരോടാ പറയുന്നല്ലേ. ഞാൻ പറയണ എന്താ വെച്ചാല് ഇതൊക്കെ എന്ന് പറഞ്ഞാല് പഞ്ചായത്തിൽ തന്നെ നമ്മൾ സാധാരണ ഇപ്പം ഇവിടെ പിന്നെ എന്താ പറയാ RTO ക്ലാസ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ പഞ്ചായത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ക്ലാസ് കൊടുത്ത എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കണം, നല്ലതായിരിക്കും അല്ലെ. ഞാൻ അതാ പറയാനുള്ളത്. പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ വീശി അടിച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് പോകുന്നില്ല. വീട്ടിൽ നിന്ന് ഉപ്പാന്റെ ഒക്കെ അടുത്ത് നിന്നൊക്കെ ചിലപ്പോ കട്ടെടുത്തിട്ടാവും വണ്ടിയിട്ട് പോകണില്ല. കാക്കമാരതൊക്കെ ആയിരിക്കും പിള്ളേർ സ്ഥലം പോകുന്നത്. ലൈസൻസ് പോലും എടുക്കാത്ത പിള്ളേരാണ്. പക്ഷെ ഈ ഊടുവഴിക്കൊക്കെ കൂടെ ഒക്കെ പോകുമ്പോൾ അവർ നല്ല സ്പീഡിലാണ് പോകുന്നത്. എന്താ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണെങ്കിലും ശരിയും അവർക്കൊരു വിഷയമല്ല. പല സമയത്ത് ഞാനത് അങ്ങനെ കാണാറുണ്ട്. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് 1-2 വാക്ക് പറയണം എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നത്. ആരെങ്കിലും കണ്ടാലും വേണ്ടില്ല, കണ്ടില്ലെങ്കിലും കേട്ടാലും വേണ്ടില്ല. നമുക്ക് പറയാനുള്ള നമ്മളെ മനസ്സിലുള്ളത് നമുക്ക് പറയാനുള്ള നമ്മളെ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു
പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ചാനലുള്ളത്. അപ്പൊ അതിലാണ്ട് പറഞ്ഞിട്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, വേറെ ഒന്നും ഉണ്ടല്ല. ആഗ്രഹമുണ്ട് ആരെങ്കിലും കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് മാത്രമൊന്നല്ല, പല സംഭവങ്ങളും മനസ്സിൽ പലതും നമ്മളെ ഇത്രയും ആയുസില് നമ്മളെ കണ്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ 2-3 വീഡിയോസ് ഒക്കെ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, പെൺകുട്ടികളതൊക്കെ. പക്ഷെ അത് ആരും എവിടെയും എത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് അറിയില്ല, അങ്ങനത്തെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും വേണ്ടില്ല, ഇതൊക്കെ എന്ന് പറയുമ്പോൾ പഞ്ചായത്തും കൂടെ ഒരു മുൻഗണന കൊടുത്തിട്ട് അതിൻ്റെതായ ഒരു ക്ലാസ് കൊടുക്കെങ്കിലും, അല്ലെങ്കിൽ അത് പഞ്ചായത്തെങ്കിലും ഇത്ര വയസ്സുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പോകാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ അതിനുള്ള സ്പീഡ് കൺട്രോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഇതേപോലെ ഹമ്പായിട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫൈൻ ഇടുക, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാ പറയണേ. എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോ എന്താന്ന് നിങ്ങളെ അഭിപ്രായം നിങ്ങൾ അറിയിക്കും. കാരണം നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം. അത് പ്രായമായ സ്ത്രീകള് വരച്ച് പോകുന്ന കാക്കമാരും ചേച്ചിമാര് ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ വല്യമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ മുന്നിൽ കൂടെ പറന്ന് പോകുന്ന പിള്ളേർസെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് തട്ടിയില്ലാന്നുള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതില് ഒരു ക്ഷമയില്ലാതെ പോകുന്ന ഒരുപാട് കുട്ടികൾസുണ്ട്. ചെറിയ കുട്ടികളാണ്, യൂത്താണ്. അപ്പൊ അവർക്ക് വണ്ടി കയ്യിൽ കിട്ടിയാലും താഴെ നിൽക്കേണ്ട, മേലെ കൂടെ പറക്കാന്നുള്ള ഒരു ചിന്തയോടെ പോകുന്ന കുട്ടികളാണ്. അവർക്കും സംഭവിക്കാം, എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇതേപോലെ പ്രായമുള്ള ആൾക്കാർക്കും എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു തീരാ ദുഃഖമാണ്, തീരാ നഷ്ടമാണ്. അപ്പം അതിനൊക്കെ ഒരു തടവിടണമെങ്കിൽ, ഒന്നല്ലെങ്കിൽ രക്ഷിതാക്കൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല. അപ്പം ആ പഞ്ചായത്തൊക്കെ ഇതേപോലെ മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഒക്കെ അതിനെന്തെങ്കിലുമൊക്കെ ഒരു ബോധവൽക്കരണം കൊടുത്ത് സ്കൂളിലും മറ്റുള്ളിടത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ കൊടുത്ത്, സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ടായിരിക്കാം ചിലപ്പം, അതെനിക്കറിയില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പേടിയും ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവും. ഈ ക്ലാസ് കൊടുത്തുകൊണ്ട് മാത്രമാവുന്നില്ല, അവർക്ക് തക്കതായ ശിക്ഷ എന്ന രീതിയിൽ ഫൈന് അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഡോസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ സംഭവം സെറ്റ് ആവും. അപ്പം കുറച്ചൊക്കെ ഒരു പേടി ഉണ്ടാവും, ഇന്നമാതിരി ഇതാണ്, ഇതിന് ഇത്ര നമ്മളതിനെ ചെയ്യണം അങ്ങനെ എന്നുള്ള ഒരു സംഭവം വരികയാണെങ്കിൽ അല്ലേ. അപ്പൊ എന്തായാലും വേണ്ടില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയിക്കാം. അപ്പൊ വേറൊരു വീഡിയോസുമായി കാണാം. ഓക്കെ.